ഭാഗമായും വിവിധമായും ഇടപെട്ട് അന്ത്യകാലത്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ നമ്മളത് അറിഞ്ഞിരുന്നില്ലെങ്കിലും ദൈവം യാഗങ്ങളുടെ പ്രമാണം എല്ലാ മതങ്ങളിലും കൊടുത്തിരുന്നുവെന്നും അതിൻ്റെ അന്തിമമായി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിക്കുകയും ന്യായപ്രമാണം ദൈവത്തിൻ്റെ നിയമങ്ങൾ നിവർത്തിക്കുകയും ചെയ്തുവെന്നും ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് തൻ്റെ നാമത്തെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം കൽപ്പിച്ചത് ചെയ്താൽ അവർ രക്ഷിക്കപ്പെടും എന്നും നാം പറഞ്ഞു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് ആ രക്ഷ സമ്പൂർണ്ണമാണെന്നും അത് നിത്യമാണെന്നും യേശു തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ആ രക്ഷയുടെ പൂർണ്ണതയിൽ നാം എത്തേണ്ടത് നമ്മുടെ കടമയാണ്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു എന്ന വാക്യവുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചത്. വിശ്വസിച്ചപ്പോൾ രക്ഷ നമുക്ക് ഒരളവിൽ കർത്താവ് തന്നു. എന്നാൽ ആ വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്തുവാ? പഴയ നിയമ ചരിത്രം എടുത്തുകൊണ്ട് പുതിയ നിയമത്തിൽ ശുശ്രൂഷകന്മാരിലൂടെ ദൈവം പറഞ്ഞത്, ഒരിക്കൽ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. യൂദായുടെ ലേഖനം 5-ാമത്തെ വാക്യത്തിൽ രക്ഷിച്ചവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു, വിശ്വസിക്കാഞ്ഞവരെ വഴിയിൽ തള്ളിയിട്ടു. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നുവെങ്കിലും മരുഭൂമിയിൽ അവർ പട്ടുപോയി. അവരുടെ പ്രവൃത്തികൾ, അവരുടെ വിശ്വാസത്തിൻ്റെ അപൂർണത ഇവരെ ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്നും പറിച്ചു കളഞ്ഞു. ഇതുപോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണെങ്കിലും നമ്മുടെ രക്ഷയുടെ പൂർത്തിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന പദത്തിലേക്ക് നമ്മൾ വന്നിരുന്നു. നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടു. രക്ഷയുടെ സമ്പൂർണ്ണതയിൽ നാം എത്തേണ്ടതിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ദൈവം കണക്കെടുക്കും. രക്ഷിക്കപ്പെട്ടു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ ശേഷം ബോധിച്ചതുപോലെ നടന്നാൽ അവൻ നിത്യ അഗ്നിക്ക് ഹേതുവാകുമെന്നും പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്ക് അനുയുക്തമായ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ചുട്ടുകളകയാണ് അതിൻ്റെ അന്തമെന്നും, ഇങ്ങനെയുള്ളവരെ ഒരിക്കൽ സദ്വർത്തമാനം കേട്ടവരും ആത്മാവിൻ്റെ നല്ല ദാനം അനുഭവിച്ചവരും തങ്ങൾക്ക് തന്നെ അവർ പിന്മാറ്റത്തിലായി മനുഷ്യപുത്രനെ കുരിശിക്കുന്നവരായാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളാണെന്നും അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതല്ല എന്നും അന്തിമ ന്യായവിധി അല്ലാതെ അവർക്ക് മറ്റൊന്നില്ല എന്നും തിരുവചനത്തിൽ നിന്ന് നാം വ്യക്തമായി പഠിച്ചു. അതിനെ തുടർന്ന് ഇന്ന് പകൽ വേറെ ചില ആശയങ്ങളിലേക്കും കൂടെ പോകുവാനായി താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ ആപ്തവാക്യമായി 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്ക് ദയവായി നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒടുവിൽ നിർത്തിയത് ഫിലിപ്പിയർ 2:12 വായിക്കാം. 1 യോഹന്നാൻ 2:16-17. ജഡമോഹം കണ്ടോ, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ നമ്മിൽ ഉൾക്കൊള്ളുന്ന, നമ്മുടെ ജഡമനുഷ്യനിൽ ഉൾക്കൊള്ളുന്ന ചില ജഡീക സ്വഭാവങ്ങളുണ്ട്. ഏത് ഭക്തനിലും ഏത് ഭക്തയിലും, ഏത് വലിയ അഭിഷക്തനിലും ഏത് അഭിഷക്തയിലും, ഏത് മാനദണ്ഡത്തിൽ ഉയർന്നവരിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു ടെർമിനേറ്ററാണ് ഈ പറയപ്പെടുന്നതായ ജഡീക ഘടകങ്ങൾ. ജഡമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്തിൻ്റെ പ്രവർത്തികളെ തികയ്ക്കുവാൻ ഇച്ഛിക്കുന്ന ഇച്ഛയും അതിനെ സാധിപ്പിച്ചെടുക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥിതിയുമാണ്. എൻ്റെ ഈ ശരീരത്തെ ജഡമെന്നല്ല ശരീരമെന്ന തിരുവചന ഭാഷയിൽ വിളിക്കുന്നത്. ജഡമെന്നല്ല ശരീരം എന്ന തിരുവചന ഭാഷയിൽ വിളിക്കുന്നത്. ശരീരം നല്ലതാണ്, ശരീരം നിർബന്ധമാണ്. പക്ഷെ ഇതിനകത്ത് പാപത്തിൻ്റെ ഇച്ഛകൾ അനുഷ്ഠിക്കുവാൻ താല്പര്യപ്പെടുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക ഭാഗമുണ്ട്. അതിനെ ജഡം എന്ന് വിളിക്കും. ജഡത്തിൻ്റെ ഇച്ഛകൾ ഒരുപാടെണ്ണമുണ്ട്, ജഡത്തിൻ്റെ മോഹങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. ഇത് നമ്മെ നരകത്തിലേക്കും പാതാളത്തിലേക്കും കൊണ്ടുപോകും. മറുവശത്ത് ദൈവത്തിൻ്റെ ഇച്ഛ, ആത്മാവിൻ്റെ ഭാഗം നമ്മിലുണ്ട്. ഞാനെന്ന വ്യക്തിത്വത്തിന്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, ഒത്തിരി വിശദീകരിക്കത്തില്ല, സമയം നേരത്തെ എടുത്തതുകൊണ്ട്. ഞാനെന്ന വ്യക്തിത്വത്തിന് 3 ഘടകങ്ങളുണ്ട്. ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ് ത്രിയേകനായ ദൈവം ത്രിയേകനായ മനുഷ്യനെ സൃഷ്ടിച്ചു. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വരുവീൻ നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. ദൈവം ഏലോഹിം
വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം, എബ്രായയിലാണ് പഴയ നിയമം എഴുതിയത്, ഏലോഹീം എന്ന പദമാണ്. എബ്രായ ഭാഷയിൽ ഏറ്റവും ഒടുവിലായി ഹീം എന്ന ശബ്ദമുണ്ടെങ്കിൽ ആ വാക്ക് ബഹുവചനമാണ്. ഏലോഹീം അതൊരു ബഹുവചനമാണ്. അതുകൊണ്ടാണ് നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കായെന്ന് ഏലോഹീം ദൈവം അരുളി ചെയ്തത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം. ഒരിക്കലും ഈ വ്യക്തിത്വങ്ങളെ തമ്മിൽ വേർതിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. ആ വ്യക്തിത്വങ്ങളിൽ ഒന്ന് കുറവാണെങ്കിൽ പൂർണ്ണതയിൽ എത്തത്തുമില്ല. അത് മൂന്നും കൂടെ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ അതൊരു വലിയ വ്യക്തിത്വമാണ്. അതാണ് ദൈവം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ നിറത്തിലല്ല എന്നെ സൃഷ്ടിച്ചത്, സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ദൈവത്തിൻ്റെ സ്വഭാവത്തിലല്ല എന്നെ സൃഷ്ടിച്ചത്, സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ദൈവത്തിൻ്റെ വലിപ്പത്തിലല്ല എന്നെ സൃഷ്ടിച്ചത്, സാദൃശ്യത്തിലും സ്വരൂപത്തിലും. സ്വരം വേറെ, നിറം വേറെ, വലിപ്പം വേറെ, പിന്നെ എന്തുവാ സാദൃശ്യവും സ്വരൂപവും. ദൈവം ത്രിയേകനായതുപോലെ ഞാനും ത്രിയേകനാ. എന്നിൽ, നമ്മിൽ, മനുഷ്യരിൽ 3 വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേരുന്നു. ഏതാണത്? ഒന്ന്, എൻ്റെ ദേഹം. ഈ പുറമേ കാണുന്ന പുള്ളി, ഇതെൻ്റെ ദേഹമാണ്. ദേഹം നല്ലത്. ഈ ദേഹത്തിൽ രണ്ടാമത് വസിക്കുന്ന ഘടകമാണ് ദേഹി അഥവാ എൻ്റെ ജീവൻ. എൻ്റെ ഇമോഷൻ ഉൾക്കൊള്ളുന്ന, എൻ്റെ തീരുമാനശേഷി ഉൾക്കൊള്ളുന്ന, എൻ്റെ ഡിസിഷൻ പവർ ചേർന്ന് വരുന്ന, എൻ്റെ ആ യഥാർത്ഥ വ്യക്തിത്വം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, കള്ളം പറയാത്ത എൻ്റെ വ്യക്തിത്വം, തക്ക സമയത്ത് പറയുന്നത് ചെയ്യുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന എൻ്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ എൻ്റെ ദേഹി അഥവാ എൻ്റെ ജീവൻ എന്ന് വിളിക്കും. എൻ്റെ ഇമോഷൻസ് അവിടെയാണ്, എൻ്റെ ഡിസിഷൻ പവർ അവിടെയാണ്, ഇതെല്ലാം അവിടെയാണ്. മൂന്നാമത്, മൃഗങ്ങളിലില്ലാത്ത ഒരു ഭാഗം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് ദൈവദത്തമായ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതെപ്പോഴും ദൈവത്തോട് ബന്ധപ്പെട്ടും ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചും കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാവത്തിൽ അതിനെ മനസാക്ഷി എന്ന് നമ്മൾ വിളിക്കും. എന്നെ ദൈവം സൃഷ്ടിച്ചത് ത്രിയേകനായിട്ടാണ്. ഒന്ന്, എൻ്റെ ഈ പുറമേ കാണുന്ന ദേഹം. 2, അതിൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ദേഹി, ജീവൻ. 3, ദൈവദത്തമായി ദൈവത്തിൻ്റെ ഭാഗമായ ആത്മാവ്. മനുഷ്യനിലൊരു മനുഷ്യാത്മാവുണ്ട്, അതോട് ചേർന്നാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്. ആത്മാവെന്ന ഭാഗം മൃഗങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തെളിവ് പറഞ്ഞു. കാക്ക 1000 വർഷങ്ങൾക്ക് മുന്നമേ കൂട് കെട്ടിയതുപോലെ ഇന്നും കൂട് കെട്ടും. ഒട്ടകം 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുപോലെ ഇന്നും നടന്ന പോകുന്നത്. ഒട്ടകം ഇതുവരെ കാറ് കണ്ടുപിടിച്ചിട്ടില്ല, ഇതുവരെ അതൊരു പ്ലെയിൻ ഉണ്ടാക്കിയിട്ടില്ല, ചെയ്യത്തില്ല. കാര്യം അതിനകത്ത് എനിക്കുള്ള മനുഷ്യനുള്ള ആത്മാവെന്ന ഘടകമില്ലാത്തത് കൊണ്ട്. പശു, ഇന്നലെ രാത്രിയിൽ എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളിനോട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പശുവിൻ്റെ കാര്യം പറഞ്ഞു. പശുവിനെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്, കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടണം, നല്ലതാണ്, നല്ല സ്വഭാവം. ഞാൻ പറഞ്ഞു, ആ അഴുക്കിന് കിടക്കാൻ നേരത്ത് ഒരു ബെഡ്ഷീറ്റ് പോലും ഇന്ന് വരെ ഒരുത്തും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടോ? പശുവിനാരെല്ലാം തലവണ വെച്ച് കൊടുത്തിട്ടുണ്ടോ? അയ്യോ ഇല്ല, ചെയ്യത്തില്ല. ഒരു ബെഡ്ഷീറ്റ് പോലും കൊടുക്കല. കൊടുത്താൽ മുള്ളിയും തൂറി കഴിഞ്ഞ് തിരിച്ചു തരും. അത് വെച്ചാക്കാൻ എന്നെ അറിയാൻ വയ്യ, അതിനറിയാൻ വയ്യ. കാര്യം അതിനകത്ത് എനിക്കുള്ള ആ ഒരു ഘടകമില്ല, ആത്മാവ്, അതതിനകത്തില്ല. എനിക്ക് 3 ഘടകങ്ങളുണ്ട്. ത്രിയേകനായി ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിനകത്തെ ഈ എൻ്റെ തീരുമാനശേഷി ഉൾക്കൊള്ളുന്ന എൻ്റെ അകത്തെ മനുഷ്യനെ, എൻ്റെ ആ സ്വഭാവത്തെ, എൻ്റെ വിൽപ്പവറുള്ള എൻ്റെ ദേഹിയെ ഒരു പ്രാവശ്യം പാപ സ്വഭാവത്തിന് വേണ്ടി എൻ്റെ ജഡം വലിച്ചെടുക്കും. ശരീരമല്ല, ഈ ശരീരത്തിനകത്ത് വസിക്കുന്ന ഇച്ഛ. ഈ ശരീരം നല്ലതാ, ഇത് സൂക്ഷിച്ചേ തീരൂ. നേരത്തിന് കുളിപ്പിക്കണം, നേരത്തിന് ഉടുപ്പിക്കണം, നേരത്തിന് കഴിപ്പിക്കണം. ഇതിനെ നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം കൂടെ ഇത്. നമ്മളിതിനെ സൂക്ഷിക്കണം. ഇതിനെ കുളിപ്പിച്ചില്ലെങ്കിൽ ഇതിനെ നാറും, ഇതിനെ വസ്ത്രം ധരിപ്പിച്ചില്ലെങ്കിൽ ഇതിനെ തണുക്കും. ഇതിനൊത്തിരി പ്രശ്നമുണ്ട്. ഇതിനുള്ളതെല്ലാം നമ്മൾ ഇതിന് ചെയ്തു കൊടുത്ത് ഈ ശരീരത്തെ നമ്മൾ കൊണ്ടു നടക്കണം. ജഡത്തെ മരിപ്പിക്കണം. ജഡമെന്ന് പറയുന്നത് ഇതിനകത്തെ ഇച്ഛാശക്തികൾ ചേർന്ന്, ഇതിനകത്തെ പാപം ചെയ്യാനുള്ള താല്പര്യങ്ങൾ ചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. അതിനെയാണ് ജഡം എന്ന് വിളിക്കുന്നത്. അതിനെ മരിപ്പിക്കണം. ജഡവും ശരീരവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ തിരുവചന ഭാഷയിൽ പറയുന്നത്. മലയാള ഭാഷയിൽ ജഡവും ശരീരവും ഒന്നാ, പര്യായ പദങ്ങളാണ്. തിരുവചന ഭാഷയിലേക്ക് ഞാൻ പോവുകയാണ്. ദ ഫ്ലഷ് ആൻഡ് കാർണൽ മെൻ. ആ ജഡീക സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ജഡത്തെ നാം മരിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ ആത്മമനുഷ്യൻ, അതിനെ അകത്തെ മനുഷ്യനെന്ന് തിരുവചനത്തിൽ വേറൊരു ഭാഷയിൽ പറയാറുണ്ട്. എൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വളർത്തിയെടുക്കുന്ന ആ ഭാഗം വളർന്നു വരുവാൻ ഇടയായിത്തീരും. എനിക്ക് 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. എൻ്റെ ജഡം, എൻ്റെ തീരുമാനശേഷി, എൻ്റെ ആത്മീയ സ്വഭാവം. ഇത് 3 എണ്ണമുണ്ട്. ഇതിനകത്ത്
ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ 3 ഘടകങ്ങളായി എൻ്റെ ജഡത്തെ വേർതിരിച്ചാണ് ഈ വാക്യം പറയുന്നത്. ഇതെല്ലാം ഈ ലോകത്തിൽ നിന്നുള്ളതാണ്. നമ്മളുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായി, ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇവ തമ്മിൽ എന്നും യുദ്ധമാണ്, എന്നും ഇത് തമ്മിൽ യുദ്ധമാണ്. ഇത് തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. ജഡം പറയും അത് ചെയ്യണം, ആത്മാവ് പറയും ചെയ്യരുത്, ഇത് ചെയ്യണം. ഒരളവിൽ ഈ മനുഷ്യൻ്റെ മനസാക്ഷിയെ പണ്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ വിശദീകരിച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് പറയാം വളരെ വേഗത്തിൽ. മനുഷ്യൻ്റെ മനസാക്ഷിയെ അദ്ദേഹം ചിത്രീകരിച്ചത് 4 or 5 മൂലകളുള്ള ഒരു ഡിസ്കിനോട് തുല്യമായിട്ടാണ്. ഇതിന് 4 മൂലകളുണ്ട്. ഈ ഒരു ഡിസ്കിനോട് തുല്യമായിട്ടാണ് അതിനെ ഉപമിച്ചത്. ഇതിൻ്റെ ഒത്ത നടുക്ക് ഒരാണിയിലിട്ട് ഇത് കറക്കാമെന്നിരിക്കട്ടെ, അങ്ങനെ വെച്ചു. എന്നിട്ട് ഈ മൂല തട്ടി നിൽക്കാൻ ഒരാണിയും അടിച്ചു വെച്ചു. ആ മൂല കറങ്ങി വരുമ്പോൾ തട്ടി നിൽക്കാൻ ഒരാണിയും അടിച്ചു വെച്ചു എന്നിരിക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ആണി ഇരിപ്പുണ്ട്. എന്നോട് പെട്ടെന്ന് എൻ്റെ ജഡം പറഞ്ഞു അല്പം മോഷ്ടിക്കണം. ഞാൻ മോഷ്ടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പയ്യെ അങ്ങോട്ട് കറക്കാൻ തുടങ്ങി. ആണിയുടെ അടുത്ത് ചെന്നപ്പോൾ മൂല മുട്ടി. അന്ന് എൻ്റെ മനസ്സാക്ഷി പറഞ്ഞു മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്. ഞാൻ ഇനി തിരിച്ചു പോരുന്നു. പിന്നെയും ജഡം പറഞ്ഞു മോഷ്ടിക്കണം. പിന്നെ അങ്ങോട്ട് പോയി. തീരെ ചെറുപ്പത്തിൽ 4 വയസ്സിൽ, 5 വയസ്സിൽ, 8 വയസ്സിൽ എൻ്റെ അമ്മയുടെ പഞ്ചസാര ഭരണിക്കകത്തുനിന്ന് പഞ്ചസാര എടുക്കാൻ പോകുന്ന പോക്ക് എനിക്ക് ഓർമ്മയുണ്ട്. എടുക്കരുതെന്ന് മനസാക്ഷി പറയും, എടുക്കണമെന്ന് എൻ്റെ നാക്ക് പറയും. എടുക്കും ഞാൻ. പല പ്രാവശ്യം ഈ ആണി ഇടിക്കും. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. ആരാ പഞ്ചസാര മോട്ടിക്കാത്തേ? ആരാ ചക്കര മോട്ടിക്കാത്തേ? അക്കരെ ഇപ്പോൾ കാണാനില്ലല്ലോ. പഞ്ചസാര തന്നെ ഇരിക്കട്ടെ, എല്ലാവർക്കും മനസ്സിലാവട്ടെ. ഇതെല്ലാം ഉള്ളതാ. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വൻകാര്യങ്ങളല്ലേ നമ്മുടെയൊക്കെ അകത്തിരിക്കുന്നത്. ഈ അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ആ ആണി ഒരു തട്ടും അരുത്, ഇനി പുറകോട്ടിഞ്ഞു പോരും. ശകലം കൂടെ കഴിയുമ്പോൾ ഞാൻ പറയും ചെയ്തിരിക്കും ഇന്ന് തന്നെ. ടടാക്ക് ഒരു പിടി പിടിച്ചു, ഒരു മൂല അങ്ങ് ഉടഞ്ഞു. 2ാമത്തെ പ്രാവശ്യം മോഷണത്തിനായിരിക്കത്തില്ല, വേറൊന്നിനായിരിക്കും. ദൂഷണ വാക്കുകൾ പറയാനായിരിക്കും. പല പ്രാവശ്യം പറഞ്ഞു പറയരുത്. ആണി ഉടക്കി, ഒരു പിടി, 2ാമത്തെ മൂല ഉടഞ്ഞു. 4 മൂലയും ഉടഞ്ഞാൽ പാസ്റ്റർ തോമസിന്റെ ഭാഷയിൽ ഗ്രാമഫോൺ പ്ലേറ്റ് പോലെ പിന്നെ പുള്ളി കറങ്ങിക്കോളും. ഇതിന് പിന്നെ മനസാക്ഷി എന്നൊന്നില്ല, അത് പോയി. ദൈവത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ CD എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. CD കറങ്ങുന്ന പോലെ ഇത് കറങ്ങിക്കോളും. ദൈവത്തിൻ്റെ ഭാഗമായി എന്നിൽ ദൈവം തന്നിട്ടുള്ള മനസാക്ഷിയെ, ആത്മാവിനെ നാം നിർവീര്യമാക്കിയാൽ അതങ്ങ് ചത്തു. അത് നമുക്ക് സംഭവിക്കരുത്. കാര്യം ജഡത്തെ നിർവീര്യമാക്കി, നിർജീവമാക്കി ആത്മാവിനെ വളർത്തുക, ഇതാണ് ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2:12 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒടുവിൽ വായിച്ചു നിർത്തിയത്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഭൗതികമായ ചില ഘടകങ്ങളോട് നാം എന്ത് പ്രതികരണം കാണിക്കണം? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. സത്യത്തിൽ ഇത് 3ഉം ജഡത്തിൻ്റെ വകയാണ്. എന്നാൽ ഇതിനെ 3ആയി ചിത്രീകരിച്ച് 1 യോഹന്നാന്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. ഇത് ദൈവത്തിങ്കിൽ നിന്നല്ല, ഇത് ഭൂമിയിൽ നിന്നാണ്. സിഗരറ്റ് വലിക്കരുത് എന്ന് എൻ്റെ അകത്തൊരു തോന്നലുണ്ട്. എവിടെയോ ഒരു ദൈവപ്രമാണം. എൻ്റെ ശരീരം അതിനുവേണ്ടി താല്പര്യപ്പെടും. എന്നെ സിഗരറ്റിലേക്ക്, മദ്യത്തിലേക്ക്, അനാവശ്യത്തിലേക്ക്, അയോഗ്യമായതിലേക്ക്, പ്രൗഢിയിലേക്ക്, വിടക്ക് കണ്ണിലേക്ക് എന്നെ വലിക്കുന്ന ഒരു ശക്തി എൻ്റെ അകത്തുണ്ട്. റോമാലേഖനത്തിൽ അത് കാണാം. എന്നെ ഞാൻ ആഗ്രഹിക്കാത്ത, ഇച്ഛിക്കാത്ത തിന്മയ്ക്ക് വേണ്ടി വലിച്ചു കളയുന്ന ഒരു ശക്തിയുണ്ട്. എന്നാൽ ക്രിസ്തുവേശു മുഖേന എനിക്ക് ജയം തന്നുകൊണ്ട് എന്നെ ഇങ്ങോട്ട് പിടിക്കുന്ന വേറൊരു ശക്തിയുമുണ്ട്. എൻ്റെ നടുവിൽ നിൽക്കുന്ന ഡിസിഷൻ പവർ, എൻ്റെ വിൽ പവറാണ് ഒരു തീരുമാനമെടുക്കുന്നത്. ഞാൻ ആ ശക്തിക്ക് കീഴ്പ്പെടുമോ, ഞാൻ ഈ ശക്തിക്ക് കീഴ്പ്പെടുമോ? ഞാൻ ആ ശക്തിക്ക് കീഴ്പ്പെട്ടാൽ എന്നെ ജഡീകൻ എന്ന് വിളിക്കും, ഞാൻ വീണുപോയി. ഞാൻ ആ ശക്തിക്ക് കീഴ്പ്പെട്ടാൽ എന്നെ ദൈവ പൈതൽ എന്ന് വിളിക്കും, വീഴാതെ വണ്ണം ദൈവം എന്നെ നിലനിർത്തും. തീരുമാനം എൻ്റേതാ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. തീരുമാനം എന്നത് അവനവൻ്റെ മനസ്സിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇച്ഛയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഒത്തവണ്ണം നാം മനഃപൂർവ്വം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിനെയാണ് തീരുമാനം എന്ന് വിളിക്കുന്നത്. ഒരു പെൺകുട്ടിയോട് താല്പര്യമുണ്ടായതുകൊണ്ട് സാഹചര്യങ്ങളെ അവഗണിച്ച് അവളെ ബലാത്കാരേണ പിടിച്ചെടുത്തു കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ച പുരുഷന്മാരെ കുറിച്ച്, അവരെ പുരുഷനെന്ന് വിളിക്കാൻ കൊള്ളുകയില്ല, അധമന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ഒരു വിവാഹത്തിന് താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയെ നിർബന്ധമായി വീട്ടിൽ നിന്ന് പൊക്കിയോ
ആൾ വിട്ട് കാറിൽ അയച്ച് റൗഡികളെ അയച്ച് പിടിപ്പിച്ചോ കൊണ്ടുപോയി കൂടെ താമസിപ്പിക്കുന്ന അധമന്മാരെ കുറിച്ച് എനിക്കറിയാം. അതൊരു വിവാഹ ജീവിതമല്ല. ഞങ്ങൾ ഒരുമിച്ച് പാർക്കുവാൻ തീരുമാനിക്കുന്നുവെന്ന് തീരുമാനിച്ച് രണ്ട് വ്യക്തികളും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടെ ഒരുമിച്ച് പാർക്കുന്നവരുണ്ട്. അതിനെ കുടുംബമെന്ന് വിളിക്കും. എന്നെ ബലാത്കാരേണ അങ്ങോട്ട് പിടിക്കുന്ന ശക്തിയിൽ നിന്ന് ദൈവം എന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നിർത്തിയാൽ മുമ്പേ പറഞ്ഞ അധമൻ്റെ കൂട്ടിരിക്കും. അതിൻ്റെ സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ആരെയും